ഓ വില്ലൻ. വെൽക്കം ബാക്ക് ടു എൻജോയ് എൻജോയ്ക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തെരി മൂവിയുടെ റിലീസിന്റെ ട്രെയിലറാണ്. സംഭവം നമുക്കറിയാം, കുറേ വട്ടം നമ്മൾ കണ്ടപടാണ്, നമ്മൾ റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ മൂവി ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, മറ്റേ ബേബി ജോൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്ര ഹിറ്റായില്ല അവിടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ കാണിച്ചു, അത് എന്തൊക്കെയോ ആയി മാറി. അപ്പോൾ പക്ഷേ ഈ മൂവിയുടെ ഇതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തെ ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ എലമെന്റ്സും, ഇവൻ ഇമോഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ വിജയണ്ണന്റെ എലമെന്റ്സ് ആണെങ്കിലോ എല്ലാം കറക്റ്റ് ആയിട്ട്. ഇവൻ കുട്ടി വന്നിട്ട് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അല്ലെങ്കിൽ സമന്തയുടെ ഏരിയയിൽ ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്, ആമി ജാക്സൺ വരുന്നത് ഒരു കേരള ബാക്ക്ഗ്രൗണ്ട്, എല്ലാം കൂടി വരുന്ന സമയത്ത് ഇതിലെ ഓരോ സീനും നമ്മൾ പിന്നെയും റീക്രിയേറ്റ് ചെയ്യുന്ന അടക്കം ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ നമ്മൾ അതിലൊരു മലയാളം ഡയലോഗ് അടക്കം വിജയണ്ണം പറയുന്നുണ്ടല്ലോ, ഞാൻ ജോസഫ് വിജയ്, ആ പറയുന്ന സാധനം അടക്കം ബേക്കറി നടത്താൻ അത് എത്ര ഇംപെർഫെക്ഷൻ ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഭയങ്കര ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നു. കാരണം മലയാളം എന്ന് പറയുന്നത് നമുക്കറിയാം, കുറെ ഏരിയൊക്കെ മലയാളം അല്ല, പക്ഷെ എന്നാലും എന്തോ ഒരു രസമാണ് അത് കേൾക്കുന്ന സമയത്ത്. നമുക്കൊരിക്കലും ഹേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എടുത്തു പറയണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ സീനും നമ്മൾ പിന്നീട് പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് പോണ സമയത്ത്, ആള് മാറി പോകുന്ന സമയത്ത് പെട്ടെന്ന് വിളിക്കുമ്പോ ആ ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് അത്രയും ഇമ്പാക്ട് ഉണ്ട് ഈ സിനിമക്ക്. ഈവൻ വിജയണ്ണനും അറ്റ്ലിയും കൂടി ഫസ്റ്റ് കൊളാബറേഷനിൽ വന്ന സിനിമയാണിത്. കാരണം അതിന് ശേഷമാണ് മെർസലും ബിഗിലൊക്കെ വന്നത്. അപ്പം ഈ ഫസ്റ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് വിജയണ്ണനെ കറക്റ്റായിട്ട് അറ്റ്ലി ഒരു ഫാൻ എങ്ങനെ യൂസ് ചെയ്യണം അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സീൻ പോലും ബോറടിക്കില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ട ഇമോഷണൽ സീൻ വരുമ്പോൾ എക്സ്ട്രീം ആണ് ഇമോഷൻ. അതിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുമ്പോൾ, ക്ലൈമാക്സ് അല്ല, ആ ഒരു ഇമോഷണൽ പാർട്ട് വരുന്നത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല, നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് പോയി. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ അതായത് ഭയങ്കര നമ്മൾ അത്രയും ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ആ മൂവിയിൽ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ ഉള്ള ഒരു മൂവി കൂടിയാണ്. പക്ഷെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു കംബാക്ക് ഉണ്ട്, ഫുൾ എന്റർടൈനർ ആണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ ആ ഒരു മൂവിയുടെ എന്ത് പറ്റിയെന്ന് അറിയില്ല ശരിക്കും ഹിന്ദിയിൽ വന്ന സമയത്ത്. അപ്പോൾ വലിയ സ്പെഷ്യൽ ആണ് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ല, പക്ഷെ എന്നാലും ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക് ഈ ഒരു മൂവി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമ്മളുടെ തളപതിയുടെ ആണെന്നുണ്ടെങ്കിൽ പടം സംഭവങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലൊക്കെ ഏകദേശം ഒരു ഫാൻസിനെയും കൂടി ഒരു തൃപ്തിപ്പെടുത്താനാണ് എനിക്ക് തോന്നിയിരിക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഉണർന്നേക്ക്. കാരണം കറക്റ്റ് സംക്രാന്തി സമയം, പ്രത്യേകിച്ച് പൊങ്കൽ എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ ടൈമാണ്. ആ സമയത്ത് ശരിക്കും വിജയണ്ണന്റെ ഒരു പടം മസ്റ്റാണ്. അത് വരുമ്പോൾ അതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസും ആണ്. കാരണം എല്ലാവരും തിയേറ്ററിൽ ആഘോഷിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇപ്പൊ ഇത് ഇറങ്ങാത്തോണ്ട് തന്നെ ഇത് ഇറക്കുന്ന സമയത്ത് കറക്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു തിരിച്ച് നമുക്ക് അല്ലെ ആ ഒരു എന്താ പറയാ ബൂസ്റ്റ് ഒക്കെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ പറയാ, ലൈക്ക് നമുക്കൊരു ഇതുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും നല്ല നല്ല മൂവീസ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവീസ് ആണ് ഈ ഒരു മൂവീസ് ഒക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ ഇറക്കുന്നത്. എന്നാലും നമുക്ക് സംഭവം കാണാം, എന്തെങ്കിലുമൊക്കെ എന്താ പറയാ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അങ്ങനെയല്ല, എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നല്ല, ട്രെയിലറിൽ എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് അതാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നല്ലോ ഉദ്ദേശിച്ചത്. പിന്നെ മറ്റേ കൊറേ പഴയ പടമൊക്കെ ആണെങ്കിൽ 4K ചെയ്യുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും എത്ര പഴയതല്ല തുടങ്ങിയാലോ. സ്കോർ Is there any problem? ഓ വില്ലൻ. കൊറിയൻ ഭാഷയിൽ ഒരു മാഷപ്പ് പോലെ കുറച്ചും കൂടി ആ ഷോട്ട് പൊളി. 10 years of Terry. അതാണ് റീ റിലീസ് ചെയ്യുന്നേ.
അതായത് ഭയങ്കരമായിട്ട് മാസ് രീതിയിൽ കാണിക്കാൻ നോക്കിയില്ല അല്ലെ? അതായത് ഭയങ്കര ഒരു എന്റർടൈനിങ് ആയിട്ടാണ് കാണിച്ചത്. അറ്റ് ദ സെയിം ടൈം ലൈക്ക് എന്താ പറയാ കാണിക്കാൻ ഏകദേശം ഒരു മാഷപ്പ് ഫീൽ ആയിരുന്നു. ലൈക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മളിപ്പോ കുറെ അധികം മാഷപ്സ് ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഏകദേശം തെറി മൂവിയുടെ ഒരു മാഷപ്പ് വെച്ചിട്ടൊരു എല്ലാ നല്ല നല്ല ഫ്രെയിംസും അതിൻ്റെ അകത്ത് ഫുള്ളി കാണിക്കാൻ ഇമോഷണൽ പാർട്ടൊന്നും ഓവർ കാണിക്കാൻ നിന്നില്ല. എന്റർടൈനിങ് മോഡിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതൊക്കെ നന്നായിട്ട് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീലാണ് കിട്ടിയത് അല്ലെ? ഇത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല ഇതിനകത്ത് ഇമോഷൻ ഓവർ ഉണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഒന്ന് പോയി കണ്ടേക്കാം, ഒന്നുകൂടി ഒന്ന് ആ ഒരു ബിഗ് സ്ക്രീനിൽ പോയി കാണാം എന്നുള്ളൊരു സംഭവമായിരിക്കും തോന്നുന്നത്. അതായത് ആ സമയത്തൊക്കെ ചിലപ്പോൾ മിസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അതായത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ആൻഡ് ഒബിയസ്ലി ഇറ്റ്സ് 10 years ലൈക്ക് അതുകൊണ്ടും കൂടിയാണ് ഇറക്കുന്നത്. കാരണം 10 വർഷം അത് കംപ്ലീറ്റ് ആയി പടം. അപ്പൊ അതിന്റെ കൂടി ഒരു സക്സസ് ആയിട്ടാണ് ഇറക്കുന്നത്. പക്ഷെ 10 വർഷമായി തോന്നില്ല കേട്ടോ. കാരണം ആ പടത്തിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ വേണമെങ്കിൽ ഇത് ഇറക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടായിരിക്കും ഇറക്കുന്നത്, ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ എലമെന്റ്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആണ്. ആൻഡ് അത് വേറെ മൂവീസിലൊക്കെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് വെയിറ്റേജ് വേറെ തന്നെയാണ്, ഒന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.